രക്ഷയില്ലാത്ത മഴയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ലൂണയ്ക്ക് ഒട്ടും വയ്യ, എന്താണെന്ന് അറിയാൻ വയ്യ പുള്ളിക്കാരിക്ക്. സംഗതി നമ്മൾ മനുഷ്യരാണെങ്കിലും വാ തുറന്ന് പറയാമല്ലോ നമുക്ക് അവിടെയാണ് വേദനയെന്ന്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലൂണയാണെങ്കിൽ എവിടെയും കിടക്കുന്നില്ല, ബെഡിൽ കയറി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, എന്തൊക്കെയോ അവൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, കൈ കുടയുന്നുണ്ട്, കണ്ണിങ്ങനെ അടച്ചു പിടിക്കുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അവൾക്ക് വയ്യാന്ന് മനസ്സിലായത് അപ്പോഴേ ഞാനും അഞ്ജിത്തൂടെ അവളെ നമ്മുടെ അടുത്തുള്ളൊരു ഡോക്ടറുണ്ട്, പ്രദീപ് ഡോക്ടർ. അപ്പോൾ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് കണ്ണിൽ എന്തോ കടിച്ചതാണെന്ന് പറഞ്ഞ് നമുക്കൊരു മരുന്ന് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കുഴിമതിക്കാട് ജംഗ്ഷനിൽ വന്ന് അതൊക്കെ മേടിച്ച് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ തന്നെ ഇറങ്ങിയിട്ട്, നല്ല മഴയല്ലേ, എനിക്കെന്തോ ഐസ്ക്രീം കുടിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഞാൻ നേരെ അഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ഐസ്ക്രീം മേടിച്ച് തന്നു. അങ്ങനെ എന്നെയും ലൂണയും വണ്ടിയിലെടുത്തിട്ട് അഞ്ജിത്ത് ആ മഴയത്ത് ധന്യയിൽ കൂടി കയറി ഗൈസ്. അപ്പോൾ തിരിച്ച് വന്നത് വേറൊന്നുമല്ല, നമ്മുടെ ബ്ലൂബെറി ഐസ്ക്രീമായിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ മേടിക്കുന്നത് ഫാമിലി പാക്കാണ്, പക്ഷേ കോൺ അടിപൊളിയാണ്. അങ്ങനെ ഒന്നല്ല രണ്ടല്ല 3 മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ട സന്തോഷത്തിൽ നമ്മൾ അതുമായിട്ട് ലൂണയും കൊണ്ട് വേറെ വീട്ടിൽ എത്തുന്നപ്പോൾ നേരെ പറഞ്ഞ അമ്മയ്ക്കും ഒന്ന് കാത്തൂനും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള മറിയലാണ്. സംഗതി അവളുടെ വെപ്രാളം കണ്ടപ്പോൾ അവളുടെ ചെവിക്കാണോ കാലിനാണോ കൈക്കാണോ എന്തിനാ പ്രശ്നമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഡോക്ടർ മരുന്ന് കൊടുത്തതിന് ശേഷം ഇതാണ് അവസ്ഥ. അഞ്ചത്ത് ഷീറ്റിട്ട് മൂടി രണ്ടിനെയും പറ്റിക്കുകയാണ്. അപ്പോൾ കാണിക്കുന്ന ബഹളമാണ്. കുറച്ച് സ്നേഹവും ഫുഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതെ ഇതുപോലുള്ള സ്നേഹം തരുന്ന വേറെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ബൈ.